ഇന്നത്തെ ഈ ക്ലാസ് നമ്മൾ പറയാൻ പോകുന്ന ഗേറ്റ് 2024 ക്വാണ്ടം മെക്കാനിക്സ് എന്ന ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ പെട്ടെന്ന് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേവ് ഫംഗ്ഷൻ ഓഫ് എ പാർട്ടിക്കിൾ തന്നിട്ടുണ്ട്. 1 ഡയമെൻഷൻ പൊട്ടൻഷ്യൽ വെല്ല്, ഇതാണ് വേവ് ഫംഗ്ഷൻ. എന്നിട്ട് അവർ പറഞ്ഞിട്ട് Psi1 Psi2 Psi3 നോർമലൈസ്ഡ് ഗ്രൗണ്ട് സ്റ്റേറ്റ്, നോർമലൈസ് ഫസ്റ്റ് എക്സൈസ് സ്റ്റേറ്റ് ആൻഡ് സെക്കൻഡ് എക്സൈസ് സ്റ്റേറ്റ്. E1 E2 E3 ആർ കറസ്പോണ്ടിങ് എനർജീസ്. Psi1 Psi2 Psi3 എക്സ്പെക്റ്റേഷൻ വാല്യൂ ആണ്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ്റെ ഫോർമുല നമുക്കറിയാം. ഡിസ്ക്രീറ്റ് കേസിൽ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എനർജി ഇസ് ഈക്വൽ ടു സമ്മേഷൻ ആയി PI. ഇപ്പോൾ PI എന്ന് വെച്ചാൽ പ്രോബിലിറ്റി ഓഫ് ദാറ്റ് ith സ്റ്റേറ്റ് ഇൻറ്റു എനർജി ഓഫ് ദാറ്റ് ith സ്റ്റേറ്റ്, അതാണ് എക്സ്പെക്റ്റേഷൻ. അപ്പോൾ PI കാണാനുള്ള ഫോർമുല അറിയാം. മോഡ് CI സ്ക്വയർ ഈക്വൾ ടു CI സ്റ്റാർ CI. അപ്പോൾ നമ്മളിവിടെ കാണുമ്പോൾ ടൈം ഡിപ്പെൻഡൻസ് വന്നിട്ടുള്ള ഭാഗങ്ങളൊന്നും വരത്തില്ല, അല്ല I എക്സ്പൊണൻഷ്യൽ വരുന്ന ഭാഗങ്ങളൊന്നും ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യത്തില്ല. കാരണം എന്താണ്, CI സ്റ്റാർ CI എടുക്കുമ്പോൾ എന്തായിപ്പോവും, 1 ആയിപ്പോവും. അപ്പോൾ നമ്മൾ ബേസിക്കലി എക്സ്പെക്റ്റേഷൻ കാണുന്നോട്ട് ഇത് ചെയ്യാൻ പറ്റും. അതായത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, മോഡ് CI സ്ക്വയർ. അതായത് മോഡ് ഫസ്റ്റിൻ്റെ കേസ് വരുമ്പം √2/3 ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ 2/3 ഇൻറ്റു എനർജി എന്താണ് നമുക്കറിയാം, n² π²h²/2ma² ആണ്. അപ്പം E1 എന്ന് പറയുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണല്ലോ, അതാണ് π²h²/2ma², അല്ലേ? അതാണ് ഫസ്റ്റ് എന്താ E1. പ്ലസ് സെക്കൻഡ് കേസിൽ വരുമ്പോൾ എന്താണ്, 1/6 ഇൻറ്റു 4 E1 എന്ന് വരും, അല്ലേ? 4 ടൈംസ് E1, കാരണം n² ആണ് സെക്കൻഡ് എക്സൈസ്. തേർഡിൻ്റെ കേസ് വരുമ്പോൾ 1/6 ഇൻറ്റു 9 E1 എന്ന് കിട്ടും. അപ്പോൾ ഇത് LCM എടുക്കുമ്പോൾ എന്ത് വരും, 6 4E1 പ്ലസ് 9 E1. അതായത് ആൻസർ എന്താണ് അപ്പം, 17/6 E1. കണ്ടോ, വളരെ ഈസി ആയിട്ട് ഓപ്ഷൻ എ. എത്ര സമയം എടുത്ത് ചെയ്യാൻ? ഇപ്പം ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഇത്രയെങ്കിലും സമയം എടുത്തത്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പാർട്ടിക്കിൾ ഈസ് സബ്ജക്റ്റ് ടു എ പൊട്ടൻഷ്യൽ. ഒരു പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്, കണ്ടോ, x<0 ഇൻഫിനിറ്റി, എയും ബിക്കും ഇടയ്ക്ക് V0, അതർവൈസ് 0. എന്നിട്ട് അവർ പറയുന്നുണ്ട് A>0 ആൻഡ് B>, അതൊന്നും കാര്യമില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഫ് ദ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ E<V0 ആണെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്കീമാറ്റിക് ഇസ് എ വാലിഡ് ക്വാണ്ടം മെക്കാനിക്കൽ വേവ് ഫംഗ്ഷൻ. ഇവിടെ നോക്കുക, നമുക്ക് x<0 ഇൻഫിനിറ്റി ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ x<0 ഇൻഫിനിറ്റി ആണ് എല്ലാവരിലും. അപ്പം അവിടെ വേവ് ഫംഗ്ഷൻ എന്തായിരിക്കണം, ഇപ്പോൾ പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റി ആകുമ്പോൾ വേവ് ഫംഗ്ഷൻ 0 ആയിട്ട് ടെൻഡ് ചെയ്യണം, അല്ലേ? അപ്പോൾ ഈ കേസിലാണ്ട് ഓപ്ഷൻ D കറക്റ്റ് അല്ല, കാരണം ഇവിടെ വേവ് ഫംഗ്ഷന് വാല്യൂ ഉണ്ട്. അങ്ങനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ബാക്കി 3 ഓപ്ഷനിലും x<0 വേവ് ഫംഗ്ഷൻ ഇൻഫിനിറ്റി ആണ്, പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റി ആണ്, സോ വേവ് ഫംഗ്ഷൻ 0 ആണ്. ഇനി എയ്ക്കും ബിക്കും ഇടയ്ക്കൊരു കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ ഉണ്ട് V0. പക്ഷേ നമുക്ക് തന്നിട്ടുണ്ട് E<V0 ആണ്, അല്ലേ? അപ്പം നമുക്കറിയാം d² ψ/dx² വേവ് നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതുമ്പം പ്ലസ് 2m/h² ഇൻറ്റു E - V0 ഇൻറ്റു ψ = 0 ആണ്. അപ്പോൾ E<V0 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരിക്കലും സൈനുസോയിഡൽ ഫങ്ഷൻസ് കിട്ടത്തില്ല. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. E<V0 ലൈക്ക് എ ഡീക്കെയിൻ ടൈപ്പ് ആയിരിക്കും, അല്ലേ? അപ്പോൾ ഓപ്ഷൻ എയും അല്ല, ഓപ്ഷൻ സിയും അല്ല. അപ്പോൾ തന്നെ നമുക്ക് ആൻസറായി ഓപ്ഷൻ ബി. ഇനി നമുക്കറിയാം അടുത്ത റീജിയണിൽ 0 ആണ് പൊട്ടൻഷ്യൽ, അപ്പോൾ ഒരു ഫ്രീ പാർട്ടിക്കിൾ പോലെ, അപ്പോൾ ഓസിലേറ്ററി ആയിരിക്കും, കണ്ടോ? അപ്പോൾ ഓപ്ഷൻ ബി തന്നെയാണ് കറക്റ്റ് ആൻസർ. കണ്ടോ, എന്ത് പെട്ടെന്ന് നമ്മൾ ചെയ്തു, വളരെ എളുപ്പമായിട്ടുള്ള പ്രോബ്ലമാണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്, അപ്പോൾ ഇത് നമ്മൾ ചെയ്തു. ഇനി നെക്സ്റ്റ് പ്രോബ്ലം ഇതാണ്, കണ്ടോ? ഇപ്പോൾ ട്രയൽ വേവ് ഫങ്ഷൻസ് തന്നിട്ട് ഇത് വേരിയേഷൻ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലമാണ്. എന്നിട്ട് ചോദിച്ചേക്കുന്നു, ഇത് ഫോളോയിങ് ട്രയൽ വേവ് ഫങ്ഷൻസ് ആർ യൂസ് ടു ഗെറ്റ് എ വേരിയേഷൻ എസ്റ്റിമേറ്റ് ഓഫ് ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് ഹീലിയം ആറ്റം. Z prime and G are the various parameters, R1 R2 are the position vectors. അതൊന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ നോട്ട് ചെയ്യുക. ലെറ്റ് E0 ബി ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് ദ ഹീലിയം ആറ്റം. അപ്പോൾ E0 ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയാണ്. E1 E2 ആർ ദ വേരിയേഷൻ എസ്റ്റിമേറ്റ്സ് ഓഫ് ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് helium atom corresponding to 2 different trial wave functions. Okay, which one of the following option is correct? നോക്കൂ, നമുക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റിനേക്കാളും കുറഞ്ഞ ഒരു എനർജി നമുക്ക് ഒരിക്കലും ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതാണ് വേരിയേഷൻ പ്രിൻസിപ്പിൾ തന്നെ പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുന്നാണ്ട നമുക്ക് ഓപ്ഷനിൽ തന്നെ നമുക്ക് ആൻസർ ആയി. അപ്പോൾ തന്നെ
അപ്പം ഈ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുമ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിനേക്കാളും കുറഞ്ഞ ഒരു എനർജി, അപ്പോൾ ഇത് ഒരിക്കലും പറ്റത്തില്ല. ഇതാണ്ട് ഇവിടെയും സി ഓപ്ഷൻ നോക്കൂ, ഗ്രൗണ്ട് സ്റ്റേറ്റിനേക്കാളും കുറഞ്ഞ എനർജിയാണ്, ഒരിക്കലും പറ്റത്തില്ല. അങ്ങനെ നമുക്ക് വേരിയേഷൻ പ്രിൻസിപ്പിളിൽ നിന്ന് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഗ്രൗണ്ട് സ്റ്റേറ്റിനോട് ഈക്വലോ അത് ഗ്രേറ്റർ ദാനോ എപ്പോഴും പറ്റത്തുള്ളൂ, അല്ലാതെ ഗ്രൗണ്ട് സ്റ്റേറ്റിനേക്കാളും കുറഞ്ഞ ഒരു എനർജി നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. അപ്പം ഈ നമുക്ക് ചെയ്യാണ്ടേ ബി ഓപ്ഷൻ നോക്കുമ്പോഴും E1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു E0 ആണ്. പക്ഷേ സെക്കൻഡ് ഓപ്ഷൻ നോക്കൂ, E2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു E0. അങ്ങനെ ഒരിക്കലും എനർജി കിട്ടത്തില്ല. ഒറ്റ ഓപ്ഷനേ ഉള്ളൂ കണ്ട് കറക്റ്റായിട്ടുള്ള E1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു E0, E2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു E0. കണ്ടോ? അപ്പോൾ അതാണ് ഓപ്ഷൻ. നമുക്ക് വേറെ ചെയ്യേണ്ട കാര്യമേ ഇല്ല, ഇത്രയും മാത്രം മതി നമുക്ക് ഇത് ചെയ്യാൻ. നമ്മൾ കാണുമ്പോഴേക്കും ഭയങ്കര ഇക്വേഷൻ, ട്രയൽ വേവ് ഫംഗ്ഷൻ ഭയങ്കര വലുതൊന്നും ഒന്നുമില്ല. ബേസിക് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ട ആൻസറായി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വേവ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, വേവ് ഫംഗ്ഷൻ തന്നിട്ട് പൊട്ടൻഷ്യൽ കാണാൻ. അപ്പം വേവ് ഫംഗ്ഷൻ തന്നേക്കുന്നത് e−i⁴x പ്ലസ് ബീറ്റ എന്നാണ്. അപ്പോൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതുമ്പോൾ -h²/2m d²/dx² പ്ലസ് v(x(i) = ഈ സൈൻ എന്നാണല്ലോ. അപ്പോൾ ഈക്ക് വരെ നമുക്ക് i(h)∂∂t ഓഫ് xi എന്ന് കൊടുക്കാം. കണ്ടോ? ഇവിടെ xi എന്ന് ടൈം ഡിപ്പെൻഡൻസ് ഒന്നുമില്ല, അപ്പോൾ ഈ പാർട്ട് 0 ആയി പോകും. -h²/2m രണ്ട് വട്ടം ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ എന്ത് കിട്ടും? -i⁴ -i⁴ വരത്തില്ലേ, e−i⁴x പ്ലസ് ബീറ്റ, കാരണം ഇത് എക്സ്പൊണൻഷ്യലാണ്, പ്ലസ് v(x) e−i⁴x പ്ലസ് ബീറ്റ. കണ്ടോ? അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് മൈനസും പോസിറ്റീവ് ആവും. അപ്പോൾ h²/2m α² അല്ലേ, e−i⁴x പ്ലസ് ബീറ്റ പ്ലസ് v(x) e−i⁴x പ്ലസ് ബീറ്റ = 0 അല്ലേ. അപ്പോൾ e−i⁴x പ്ലസ് ബീറ്റ ഇൻറ്റു h²α²/2m പ്ലസ് v(x) = 0. അപ്പോൾ ഇവിടെ v(x)ന് നമ്മൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസ് എക്സിന് ഒന്നുമില്ല, അപ്പോൾ v(x)ന് വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. കണ്ടോ? v(x) നമ്മൾ e−i⁴x പ്ലസ് ബീറ്റ 0 ആയിട്ട് കയറ്റാൻ പറ്റത്തില്ല, അത് വേവ് ഫംഗ്ഷനാണ്. v(x)ന് വാല്യൂ ഒന്നുമില്ല. v(x) നമുക്ക് കാരണം ഇവിടെ ഫംഗ്ഷൻ ഡിപ്പെൻഡൻസ് ഒന്നും വരുന്നില്ല, അതുകൊണ്ട് നമുക്ക് 0 എന്ന് എടുക്കാം. ഇവിടെ കോൺസ്റ്റൻറ്റ് എബൌട്ട് ദ കോൺസ്റ്റൻറ്റ് ഓർഡറേ വരുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഫംഗ്ഷൻ ഡിപ്പെൻഡൻസ് ആണ് നമ്മളെപ്പോഴും ഈ ബ്രാക്കറ്റ് വരുന്ന. ഇപ്പോൾ v(x) മൈനസ് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഡിപ്പെൻഡൻസ് ഉണ്ടായിരുന്നാൽ അതിനെ ഇക്വേറ്റ് ചെയ്യായിരുന്നു. ഇവിടെ അങ്ങനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ v(x)ൻ്റെ വാല്യൂ നമ്മൾ 0 ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 0 ആണ് എൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കണ്ടോ? ഒരു ഹാഫ് ഹാർമോണിക് ഓസിലേറ്റർ കാണുമ്പോഴേ അറിയാം x <0 എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഹാഫ് ഹാർമോണിക്. പക്ഷേ ഇവിടെ ഷിഫ്റ്റഡും ഉണ്ട്. കണ്ടോ? v0 ഒരു ഷിഫ്റ്റഡും ഹാർമോണിക് ഓസിലേറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരുന്നത് ഇത് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കറക്റ്റാണ്. അപ്പോൾ നമുക്കിവിടെ ആദ്യം അറിയേണ്ട ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ് e0 എന്ന ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ദ p = ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ദ q ആണോ എന്ന് നോക്കണം, ഫസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ചെയ്യാം e0 ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ എന്താണ്? ഇവിടെ ഷിഫ്റ്റഡ് ഒന്നുമില്ല. അപ്പം നമുക്കറിയാം ഇതിൻ്റെ എനർജി എന്ന് പറയുന്നത് n+12 × h⁻ പക്ഷേ എന്നിൻ്റെ വാല്യൂ സ്റ്റാർട്ട്സ് ഫ്രം 135 ആണ്. ഇതാണ് നമ്മുടെ ഹാഫ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഫോർമുല. അപ്പോൾ e0 നമ്മൾ ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ലേ, e0 എന്ന് പറയുന്നത് ഗ്രൗണ്ടാണ് അല്ലേ. പക്ഷേ ഗ്രൗണ്ട് ഇവിടെ തുടങ്ങുന്നത് n=1 അതായത് 3/2 h ആണ് ഗ്രൗണ്ട്. പക്ഷേ ഇവിടെ ഒമേഗയുടെ വാല്യൂ വന്നിട്ടുണ്ട് 3/2 h × 12. അപ്പോൾ ഇത് 18 h ആണ്. v0 0 ആയതുകൊണ്ട് പ്ലസ് v0 0 ആണ്, അപ്പോൾ 18 h ആണ്. ഇതാണ് e0 ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് e0 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3/2 h × ഒമേഗ = 3/2 h × ഒമേഗ ചെയ്യുമ്പോൾ 12 കിട്ടും. പക്ഷേ ഇത് ഷിഫ്റ്റഡ് ആണ്, പ്ലസ് നമ്മളൊരു 3 h കൊണ്ട് ആഡ് ചെയ്യണം. എത്ര പൊട്ടൻഷ്യൽ ഷിഫ്റ്റ് ചെയ്താൽ അത്ര എനർജിയും കൂടെ ഷിഫ്റ്റ് ആവും. അതാണ് കൺസെപ്റ്റ്. 18 h പ്ലസ് 3 h 21 h ആണ്. അപ്പം ഇതൊരിക്കലും ഈക്വൽ അല്ല, അപ്പോൾ ഇത് ആൻസർ റോങ് ആണ്. കണ്ടോ? വളരെ ഈസി ആയിട്ട് കിട്ടി. e0 = e0 .
ഇനി ഇ നോട്ട് ഓഫ് എസ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇത് ഷിഫ്റ്റഡ് ഒന്നും അല്ല. അപ്പം 3/2 എച്ച് ക്രോസ് ഒമേഗ ചെയ്താൽ മതി. 3/2 എച്ച് ക്രോസ് ഇൻറ്റു 14 ഇത് 7 21 എച്ച് ക്രോസ്. സോ ഇ നോട്ട് ഓഫ് ക്യൂ ഈസ് ഈക്വൽ ടു ഇ നോട്ട് ഓഫ് എസ്. കറക്റ്റാണ്. ഇനി ഇ നോട്ട് ഓഫ് പി ഈസ് ഈക്വൽ ടു E1 ഓഫ് ആർ. അപ്പോൾ E1 ഓഫ് ആർ കാണണം. E1 ഓഫ് ആർ എന്ന് പറയുമ്പോൾ എന്താണ്? എന്നിന് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ 3 ആണ് വരുന്നത്. അപ്പോൾ 7/2 എച്ച് ക്രോസ് ഒമേഗ വരും. പ്ലസ് ഷിഫ്റ്റഡ് ആണ്. അപ്പോൾ എന്താണ്? 4 എച്ച് ക്രോസും കൂടെ വരും. അപ്പോൾ 7/2 ഇൻ എച്ച് ക്രോസ് ഇൻറ്റു ഒമേഗ എന്ന് വെച്ചാൽ 4 + 4 എച്ച് ക്രോസ്. അപ്പോൾ ഇത് 14 + 18 എച്ച് ക്രോസ് വരും. അപ്പോൾ ഇ നോട്ട് ഓഫ് പി എന്ന് പറയുന്നത് E1 ഓഫ് ആർ തന്നെയാണ്. ഇതേ നോക്ക്. അപ്പോൾ ഓപ്ഷൻ സിയും കറക്റ്റാണ്. ഇനി ഡി ഇ നോട്ട് ഓഫ് ആർ കാണണം. ഇ നോട്ട് ഓഫ് ആർ കാണുമ്പോൾ എന്താണ്? 3/2 എച്ച് ക്രോസ് ഒമേഗ പ്ലസ് 4 എച്ച് ക്രോസ് ഇസിക്വൾ ടു 3/2 എച്ച് ക്രോസ് ഒമേഗ എന്താണ്? 4 + 4 എച്ച് ക്രോസ് ഇക്വൾ ടു 10 എച്ച് ക്രോസ് എന്ന് വരും അല്ലേ? ഇ നോട്ട് ഓഫ് ആർ ഈക്വൾ ടു ഇ നോട്ട് ഓഫ് ക്യൂ എന്താണ്? 21 എച്ച് ക്രോസ്. അപ്പോൾ അത് ഈക്വൽ അല്ല, കറക്റ്റാണ്. അപ്പോൾ ബി സി ഡി ആണ് ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ. കണ്ടോ, വളരെ എളുപ്പമായിട്ട് നമുക്ക് ബേസിക് ഫോർമുല അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന 2 മാർക്കിന് വന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, ഒരു നോൺ റിലേറ്റിവിസ്റ്റിക് ഹാമിൽട്ടോണിയൻ ഫോർ എ സിംഗിൾ ഇലക്ട്രോൺ തന്നിട്ടുണ്ട്. ബേസിക് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി സിംഗിൾ ഇലക്ട്രോണിൻ്റെ കേസ് വി ഓഫ് ആർ കൂളം പൊട്ടൻഷ്യലും തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ ടേം തന്നിട്ടുണ്ട് L.S. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ടേമാണ് L.S. സോ നമ്മൾ ചോദിച്ചതിന് ക്വസ്റ്റ്യൻ ഏതാണ് കറക്റ്റ്? H പ്രൈം കമ്മ്യൂട്ട്സ് വിത്ത് L². കറക്റ്റാണ്. കാരണം എന്താണ്? H പ്രൈം എന്ന് പറയുമ്പോൾ ഇവിടെ ഡിപ്പെൻഡൻസ് വരുന്നത് L.S L² ഇതെപ്പോഴും കമ്മ്യൂട്ട് ചെയ്യും. നമുക്കറിയാം, ബേസിക്കായിട്ട് നമ്മൾ ഹൈഡ്രോജൻ പഠിക്കുന്ന കാര്യമാണ്. പക്ഷേ LZ-ഉം SZ-ഉമായിട്ട് കമ്മ്യൂട്ട് ചെയ്യത്തില്ല. അത് തെറ്റാണ്, കമ്മ്യൂട്ട് ചെയ്യത്തില്ല. ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് പ്രിൻസിപ്പൽ ക്വാണ്ടം N ആൻഡ് ഓർബിറ്റൽ ആംഗുലർ മൊമെൻ്റ് ക്വാണ്ടം L ദർ ആർ 2 × 2L+1 ഡീജനറേറ്റ് ഏകൻ സ്റ്റേറ്റ്. കറക്റ്റാണ്. കാരണം നമുക്കറിയാം, ഇപ്പം N = 1 L = 1 ആണെങ്കിൽ എത്ര സ്റ്റേറ്റ് കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 1 1 1 1 0 1 1 -1 ഇത്രയും സൈ കാണത്തില്ല. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്പിന്നിന് +1/2 -1/2 വരും. അപ്പോൾ ടോട്ടലി 6 സ്റ്റേറ്റ്സ് വരും അല്ലേ? ടോട്ടലി 6 സ്റ്റേറ്റ് വരും. അപ്പോൾ L = 1, അപ്പം 2 × 1 + 1 എന്ന് പറയുമ്പം 3 × 2 6 സ്റ്റേറ്റ്സ് ആണ്. കറക്റ്റാണ്, കറക്റ്റ് ഓപ്ഷനാണ്. H0 L² S² LZ SZ ഹാവ്സ് എ സെറ്റ് ഓഫ് സൈമിൾട്ടേനിയസ് സെക്കൻഡ് സ്റ്റേറ്റ്. കറക്റ്റാണ്. സൈമിൾട്ടേനിയസ് സെക്കൻഡ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഇത് കമ്മ്യൂട്ട് ചെയ്യും. H0 കമ്മ്യൂട്ട് ചെയ്യും L²ആയിട്ട്. അങ്ങനെ എല്ലാത്തുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യും. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. H0 L² LZ SZ ഇതെല്ലാം കമ്മ്യൂട്ട് ചെയ്യും. കമ്മ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സൈമിൾട്ടേനിയസ് സെറ്റ് ഓഫ് ഐഗൻ വാല്യൂസ് ഉണ്ട്, ഐഗൻ സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പോൾ അതും കറക്റ്റാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ACD. കണ്ടോ, വളരെ നമ്മൾ എളുപ്പമായിട്ട് ഇത് ചെയ്തു. കണ്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പെർട്ടുർബേഷൻ എന്നൊരു പ്രോബ്ലമാണ്. പാർട്ടിക്കിൾ ഓഫ് മാസ് M ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ വെല്ലിൽ പെർട്ടുർബേഷൻ തന്നിട്ടുണ്ട് h²/40 ma². അപ്പം ഇതിനകത്ത് ചോദിക്കുന്നത് ഫസ്റ്റ് ഓർഡർ എനർജി ഷിഫ്റ്റ് ഓഫ് ദി ഫോർത്ത് എനർജി ഏഗൻ സ്റ്റേറ്റ് ഡ്യൂ ടു ദിസ് പെർട്ടുർബേഷൻ. അപ്പോൾ അറിയാം, നമുക്ക് E1 ഓഫ് 1 അറിയാം. ഏതാണ്? sin0 H പ്രൈം sin0. ഇതാണ് പെർട്ടുർബേഷൻ ഫോർമുല. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഫോർത്ത് എനർജി ഏഗൻ സ്റ്റേറ്റ് ഡ്യൂ ടു ദിസ് പെർട്ടുർബേഷൻ. അപ്പം N = 1 വന്നു കഴിഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. 2 വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ്, 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ്, 4 കഴിഞ്ഞ് കഴിഞ്ഞാൽ തേർഡ്, 5 കഴിഞ്ഞാൽ ഫിഫ്ത്ത്. അപ്പോൾ ഫിഫ്ത്താണ് ഫോർത്ത് എനർജി ഏഗൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിത് ഏത് കണ്ടാലും, നമ്മൾ ഏത് എടുത്ത് വേവ്ഷൻ കണ്ടാലും ഇവിടുത്തെ പെർട്ടുർബേഷൻ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? പെർട്ടുർബേഷൻ h²/40 ma² എന്നാണ് sin0. അപ്പം നമുക്ക് ഈ h²/40 ma² ഇൻറ്റു ജസ്റ്റ് പ്രോബബിലിറ്റി എന്നുള്ളൊരു ഫാക്ടർ വരും. പ്രോബബിലിറ്റി എന്ന് പറയുമ്പം ഈ h²/40 ma² ഇൻറ്റു ഈ വട്ടവത സൈഡില്ലേ, അത് മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ള കാര്യമുള്ളൂ. കാരണം ദിസ് ഈസ് ദ പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി എന്ന് പറയുമ്പം ആ പൊട്ടൻഷ്യൽ ഇൻറ്റു
ആ ലെങ്ത് ഓഫ് ദ സൈഡ് എടുക്കണം. അതായത് A/4 അല്ല, 3A/4 അല്ല, A/4. കാരണം ഹിയർ കണ്ടോ, ഈ ഭാഗത്താണ് പൊട്ടൻഷ്യൽ ഉള്ളത്, ഈ ഭാഗത്ത് പൊട്ടൻഷ്യൽ 0 ആണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത് കോൺട്രിബ്യൂട്ട് ചെയ്യത്തില്ല. ഈ വന്നേക്കുന്ന കോൺസ്റ്റൻറ്റ് പെർട്ടുർബേഷൻ വി പ്രൈം നമുക്കറിയാം, അതാണ് h²/40 m² ഇൻറ്റു ആ കറസ്പോണ്ടിങ് ലെങ്ത് എടുക്കണം. അപ്പോൾ നമുക്ക് ഇതാണ്ട് AM വെട്ടിപ്പോയി, h²/60 m. ആ പ്രോബബിലിറ്റിയാണ് എടുക്കേണ്ടത്, ലെങ്ത് അല്ല. ഒരു മിസ്റ്റേക്ക് ഉണ്ട്. A/4 ലെങ്ത് അല്ല, ഈ പൊട്ടൻഷ്യൽ ഇൻറ്റു കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ 1/4 ആണ്. ഓക്കെ, സോ h²/160 m² എന്ന് കിട്ടും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്താണ്? 1/160 ആണ്. ഇതൊരു ട്രിക്കാണ്. ഡയറക്റ്റ് മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ വേവ് ഫംഗ്ഷൻ കൊടുത്ത് എല്ലാം ചെയ്യേണ്ടി വരും. അപ്പോൾ A/4 അപ്പോൾ എത്ര പ്രോബബിലിറ്റി വരുന്നത്? 1/4 എന്നുള്ള പ്രോബബിലിറ്റി മാത്രമേ വരുന്നുള്ളൂ. കാരണം ആ സൈഡിന് 1/4 ആണ്. ഈ സൈഡ് വരുമ്പോൾ നമ്മൾ 3/4 എടുത്തേനെ. കാരണം ആ ലെങ്ത് മാറ്റിയിട്ട് നമ്മൾ ആ ന്യൂമറിക്കൽ വാല്യൂ മാത്രം എഴുതും. ആ A അങ്ങ് മാറ്റിയിട്ട് 1/4, അതാണ് പ്രോബബിലിറ്റി. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വേവ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എന്നിട്ട് അവർ ചോദിക്കുന്നത് E1, E2, E3 ആയത് ഫസ്റ്റ് 3 എനർജി ലെവൽസ് ഓഫ് സിസ്റ്റം എ സീക്വൻസ് ഓഫ് മെഷർമെൻറ്റ് ചെയ്യുന്നു. എനർജി ഈസ് മെഷേർഡ് ഫസ്റ്റ് അറ്റ് ടൈം T1 ആൻഡ് ദ ഔട്ട്കം ഈസ് E2 എന്ന് പറയുമ്പം സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് കിട്ടിയെന്ന്. ഫസ്റ്റ് നമ്മൾ എനർജി അറ്റ് ടൈം T1 മെഷർ ചെയ്ത് E2 കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇതാണ് 1/√3 psi 210. ദ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം മെഷേർഡ് അറ്റ് T2 ഗ്രേറ്റർ ദാൻ T1 ആൻഡ് ദ ഫൈനൽ. അപ്പോൾ ഇവിടെ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം മെഷർ ചെയ്തു ആൻഡ് ദ ഫൈനലി എനർജി മെഷേർഡ് അഗെയിൻ അറ്റ് T3. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ദ ഫൈൻഡിങ് ദ സിസ്റ്റം ഇൻ എ സ്റ്റേറ്റ് വിത്ത് എനർജി E2 ആഫ്റ്റർ ദ ഫൈനൽ മെഷർമെൻറ്റ് ഈസ് P/9. സോ വാല്യൂ ഓഫ് P എന്താണ്? അപ്പം നെക്സ്റ്റ് ഇത് നമ്മൾ ആദ്യത്തെ മെഷർമെൻറ്റ് എടുത്തിയപ്പോൾ ഇത് സ്റ്റേറ്റ് കിട്ടിയെന്ന്, അതായത് സെക്കൻഡ് സ്റ്റേറ്റ് കിട്ടിയെന്ന് പറയുമ്പോൾ ഇത് കൊളാപ്സ് ചെയ്ത് സെക്കൻഡ് സ്റ്റേറ്റിലോട്ട് വന്നെന്നാണ് അർത്ഥം, അല്ലേ? സെക്കൻഡ് സ്റ്റേറ്റിലോട്ട് കൊളാപ്സ് ചെയ്ത് വന്നെന്നാണ് അർത്ഥം. എന്നിട്ട് ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം മെഷർ ചെയ്ത് ആൻഡ് ഫൈനലി എനർജി മെഷേർഡ് അറ്റ് T3 greater than T2. The probability of finding in a state with the energy E2 after final measurement. അപ്പോൾ എന്താണ് ഇത്? നമ്മൾ ഈ ഒറ്റ സ്റ്റേറ്റേ ഉള്ളൂ. ആദ്യത്തെ മെഷർമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റ സ്റ്റേറ്റ് കിട്ടുകയുള്ളൂ. അതിനകത്ത് പിന്നെ മെഷർമെൻറ്റ് ചെയ്താലും ആ സ്റ്റേറ്റ് തന്നെ കിട്ടത്തുള്ളൂ, അല്ലേ? ഇപ്പോൾ പ്രോബബിലിറ്റി എന്താണ്? പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. കാരണം നമുക്ക് കിട്ടിയേക്കുന്ന കൊളാപ്സ് ചെയ്തിരിക്കുന്ന ഒരു സിംഗിൾ സ്റ്റേറ്റിലോട്ടാണ്. അതിനകത്ത് പിന്നെയും റിപ്പീറ്റ് മെഷർമെൻറ്റ് ചെയ്താൽ അതേ കിട്ടത്തുള്ളൂ, അല്ലേ? അപ്പം ഫൈനൽ മെഷർമെൻറ്റ് പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്, അതായത് 1 ആണ് P/9 ആയിട്ട് തന്നേക്കുന്നത്. അപ്പോൾ Pയുടെ വാല്യൂ എന്താണ് ചോദിച്ചേക്കുന്നത്? 9. കണ്ടോ, വളരെ എളുപ്പമുള്ള പ്രോബ്ലം. 2 മാർക്കിന് ചോദിച്ച് ബേസിക് കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന് വന്നേക്കുന്ന ചോദ്യം. അപ്പം ഞാനിത് വളരെ ഷോർട്ടായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അത് നമുക്ക് പെട്ടെന്ന് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെയാണ് നമ്മളിത് അപ്രോച്ച് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഫുള്ള് ഡിസ്ക്രിപ്റ്റീവ് വൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ടൈം വേസ്റ്റ് ആവത്തേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.